നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കമ്പനിയുടെ മുഴുവൻ സമ്പാദ്യങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നാലും എന്റെ കാൽ ചുവട്ടിൽ പോലും ഇരുത്താൻ ശേഷിയില്ലാത്ത അങ്ങനെ ഒരുത്തിയെ നീ അവിടെ കൊണ്ടുവന്ന് ഇരുത്തില്ല. പാട്മയാടാ പറയുന്നേ. അച്ഛൻ മകനെ വിളിച്ചോണ്ട് പൊയ്ക്കോ. എന്റെ തീരുമാനത്തിന് മറികടക്കാന്ന് അച്ഛനും മോനും കരുതണ്ട. എന്ത് ഭ്രാന്താടാ നീ കാണിക്കുന്നത്? നിങ്ങൾ രജിസ്റ്റർ വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കല്ലേ? അതിനിടയിൽ അമ്മയോട് ഇങ്ങനെ ഒരു യുദ്ധത്തിന് കാര്യമുണ്ടായിരുന്നു. ഇതിപ്പോ നീ തന്നെ പത്മയെ എല്ലാം അറിയിച്ച പോലെ ആയല്ലോ. അച്ഛ, ഞാൻ വിദേശത്തൊന്നും പോകുന്നില്ല. അമ്മയുടെ മനസ്സറിയാൻ വേണ്ടിയാ ഞാനത് പറഞ്ഞത്. ഇപ്പൊ ഓക്കെ, നമ്മളെടുത്ത തീരുമാനം കറക്റ്റാണ്. അല്ലായിരുന്നെങ്കിലേ ഏത് നിമിഷവും നന്ദിനിക്കെതിരെ നിയമപരമായ ചോദ്യങ്ങൾ വരുമായിരുന്നില്ലേ, അല്ലേ? അത് ശരിയാ. പക്ഷെ അതിന്റെ പേരിൽ നീ കാണിച്ചതൊന്നും ശരിയാണെന്ന് ഞാൻ പറയില്ല. അച്ഛൻ അത് വീടച്ചാ. എന്തായാലും അമ്മയുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞല്ലോ. നന്ദിനിക്ക് നിയമപരമായി അവകാശമില്ലാത്തതിന്റെ പേരിൽ ഏത് നിമിഷം വേണമെങ്കിലും അവൾ ഇവിടുന്ന് അടിച്ചിറക്കാമെന്നുള്ള തീരുമാനത്തിൽ തന്നെയാ പത്മ മാഡം. അതെ, വിവാഹം രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് കയ്യിൽ കിട്ടട്ടെ. അന്ന് ഞാൻ നടത്തും ഒരു ആഘോഷം. പത്മ മാഡത്തിന്റെ അതേ അവകാശം എന്റെ ഭാര്യയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീ ആഘോഷം നടത്തുകയെ പടക്കം പൊട്ടിക്കുകയെ എന്താന്ന് വെച്ചാ ചെയ്യേ. പക്ഷേ രജിസ്റ്റർ മാരേജ് നടക്കുന്നത് വരെ ഒരു തരത്തിലൊരു സംസാരം ഉണ്ടാക്കാതിരിക്കും ദയവ് ചെയ്തു. അമ്മ പത്രം കണ്ടില്ലല്ലോ അച്ഛാ. അപ്പൊ ആ കാര്യത്തിൽ നിനക്ക് ബോധമുണ്ട്. രാവിലെ പത്രം വന്നില്ല, ഇടണ്ടാന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ പത്മമണിയെ പത്രം വാങ്ങാൻ അയച്ചു. അവൻ വാങ്ങിക്കൊണ്ട് വരികയും ചെയ്തു. എന്നിട്ട് ഞാൻ അവനോട് പത്രം കിട്ടിയില്ല എന്ന് പറയാൻ പറഞ്ഞു. എന്നിട്ട് കൊണ്ടുവന്ന പത്രം ഞാൻ അവിടെ വാങ്ങിവെച്ചു. വെരി ഗുഡ്. അച്ഛൻ ഇത്രയും വിജിലന്റ് ആയിട്ടിരിക്കുന്നിടത്തോളം ഒരാൾക്കും നമ്മൾ തോപ്പിക്കാനാവില്ല. എല്ലാ ഉത്തരവാദിത്തങ്ങളും എന്റെ തലയിൽ എടുത്തു വെച്ചിട്ട് നീ ഇതുപോലെ എന്തെങ്കിലും കുഴപ്പങ്ങൾ രാവിലെ തന്നെ അങ്ങ് ആരംഭിച്ചോ? അയ്യോ, അച്ഛൻ എന്റെ ചങ്കല്ലേ. എന്റെ ഏറ്റവും നല്ല ഫ്രണ്ട് കൂടെ നിൽക്കുന്നതിനേക്കാൾ അച്ഛൻ നിൽക്കുന്ന ഒരു ധൈര്യം. ഈ നാട് മുഴുവൻ അലഞ്ഞിട്ട് പത്രം കിട്ടിയില്ലെന്നും മണി പറഞ്ഞു, കള്ളൻ. പക്ഷെ ആന്റിക്ക് പത്രം വേണമെങ്കിൽ ഞാൻ കൊണ്ടു കൊടുക്കും. ഇന്നെങ്കിലും ആന്റി എന്റെ കഴിവ് അംഗീകരിക്കും. വിജയ്, നീ സൂപ്പറാടാ. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ബാക്കിൽ വെക്കാം. ബാക്കിൽ വെച്ചത് നന്നായി. അല്ല, എന്താ രണ്ടുപേരും പുറത്ത് നിൽക്കുന്നേ? എന്താ, ഞങ്ങൾക്ക് വീടിന്റെ ഉമ്മർന്ന് നിന്നൂടെ? പിന്നെ നിങ്ങൾ നിൽക്കുന്നോണ്ട് എനിക്കെന്താ? നിങ്ങൾക്ക് വീടിന്റെ അകത്ത് നിൽക്കാം, പുറത്ത് നിൽക്കാം. ചോദിക്കാൻ എനിക്കെന്താ അധികാരം? അതല്ലേ നിങ്ങൾ രണ്ടാളുടെ മനസ്സിൽ? വിജയിച്ചല്ലേ? താങ്ക് യു അങ്കിൾ. പത്രം വിജയ്, എന്താ നിന്റെ കയ്യില്? അത് പത്രമാണ് അങ്കിൾ. ഇന്നിവിടെ പത്രം ഇടുന്ന ആള് പത്രം കൊണ്ട് വന്നില്ലല്ലോ. ആന്റിക്കാണെങ്കിൽ പത്രം വായിക്കാതിരിക്കാൻ പറ്റുകയില്ല. എത്ര കിലോമീറ്റർ പോയിട്ടാണെന്നോ ഞാനിത് ഒപ്പിച്ചത്. ഞാനേ ഇത് ചൂടോടെ കൊടുത്തിട്ട് വരാം. സൂര്യ, പത്മ പത്രം കാണരുത്. നീ എങ്ങനെയെങ്കിലും ചെന്ന് അവനെ ബ്ലോക്ക് ചെയ്യും. ആന്റി, ആന്റി, ഞാൻ നോക്കട്ടെ. പത്രം തന്നെ. ഇത് ഞാൻ എന്റെ ആന്റിക്ക് വേണ്ടി വാങ്ങിച്ചതാ. അത് ഞാൻ എന്റെ ആന്റിയുടെ കയ്യിലേക്ക് കൊടുക്കൂ. ആന്റി, അല്ല അളിയ, പത്രം ഇവിടെ അളിയ. എനിക്ക് തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അളിയ.
ഈ വീടിന്റെ 2 കിലോമീറ്റർ ചുറ്റളവിൽ പത്രമില്ലാന്ന് മണി പറഞ്ഞിട്ട് ഞാൻ 3 കിലോമീറ്റർ മോർണിംഗ് വാക്കിന് പോയപ്പോ നടന്നിട്ടാ ഈ പത്രം ഒപ്പിച്ചത്. പത്രം എല്ലാവർക്കും വായിക്കാനല്ലേ വിജയ്? ആ. നീ അതങ്ങ് കൊടുക്ക്. ആ, പറ്റില്ല. ഹ, പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, കൊടുക്കട്ടെ. പറ്റില്ല. ഇങ്ങോട്ട് തരാനല്ലേ പറഞ്ഞേ? ഞാൻ തരില്ല. ആഹാ. ഇവിടെ തരാം. മര്യാദ വന്നോ? അളിയ കളിക്കല്ലേ? ഏയ്. അവിടേക്ക്. അളിയ, ആന്റി, പത്രം ഇങ്ങട് തരാം. ആന്റി, പത്രം. ആന്റിയുടെ പത്രം ഇതാ എന്റെ കയ്യിന്ന് പിടിച്ച് കൊടുക്ക്. വാങ്ങുന്നേ. പോ. പത്രം താ അളിയ. ഏയ്. ആന്റി. അളിയെ അങ്ങനെ വായിക്കണ്ട. ഞാൻ കൊണ്ടുവന്ന പത്രം ഞാനേ ആദ്യം വായിക്കൂ. ഇടാനാ പറഞ്ഞത്. പത്രം ഇങ്ങട് തരാം. ആ, ആ. ഏയ്, അച്ഛാ, സ്വർണത്തിന് വില